സിയാലും ഫിക്കിയും കൂടി സംഘടിപ്പിക്കുന്ന കേരള ഏവിയേഷൻ സമ്മിറ്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. വ്യോമയാന വ്യവസായ മേഖലയിൽ വലിയ കുതിപ്പുണ്ടാക്കുന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു ഏവിയേഷൻ ഉച്ചകോടി 2025 സംഘടിപ്പിക്കുന്നത്. വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, നയരൂപീകരണം, വിവിധ മേഖലകളുടെ സഹകരണം എന്നിവയ്ക്കുള്ള ഒരു പ്രധാന വേദിയായാണ് ഈ ഉച്ചകോടി വിഭാവനം ചെയ്തിരിക്കുന്നത്. ദേശീയ പ്രാദേശിക വ്യോമയാന ചർച്ചകളിൽ കേരളത്തിൻ്റെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക, ഈ മേഖലയുമായി ബന്ധപ്പെട്ട നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക, വ്യോമയാന മൂല്യശൃംഖലയിൽ ഉടനീളം നവീകരണം സാധ്യമാക്കുക, ഇതൊക്കെയാണ് ഈ ഉച്ചകോടിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. വ്യോമയാനം, MRO, ഡ്രോൺ സാങ്കേതികവിദ്യ, ലോജിസ്റ്റിക്സ് എന്നിവയ്ക്കുള്ള ആകർഷകമായ നിക്ഷേപ കേന്ദ്രമായി കേരളത്തെ വളർത്തുക, കേരളത്തിൻ്റെ വ്യോമയാന അടിസ്ഥാന സൗകര്യങ്ങൾ, നയസന്നദ്ധത, നവീകരണ സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങളിലും ഉച്ചകോടിയിൽ വിദഗ്ധ ചർച്ചകൾ ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെമ്പാടുമുള്ള പ്രമുഖ നിക്ഷേപകരും വിദഗ്ധരും ഈ ചർച്ചകളിൽ പങ്കുചേരുന്നുണ്ട്. വ്യോമയാന വ്യവസ്ഥയെ പുനർനിർമ്മിക്കുന്ന പുതിയ ബിസിനസ് മോഡലുകൾ, വരുമാന സ്രോതസ്സുകൾ, സാങ്കേതിക വിദ്യകൾ ഇവയെപ്പറ്റിയെല്ലാം ഇവിടെ ചർച്ചകളുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതോടൊപ്പം സിയാൽ നിർമ്മിച്ച നൂതന സംവിധാനങ്ങളടങ്ങിയ ഒരാരോഗ്യ സ്ക്രീനിംഗ് ബ്ലോക്ക് വിമാനത്താവളത്തിലെ എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷന് കൈമാറുകയാണ്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ യെല്ലോ ഫീവർ വാക്സിനേഷനും മറ്റ് പകർച്ചവ്യാധികൾക്കുള്ള സ്ക്രീനിംഗ് സെൻ്ററായും പ്രവർത്തിച്ചു വരികയാണ്. അവരുടെ സ്തുത്യർഹമായ സേവനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനാണ് ഈ ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത്. 7 നെഗറ്റീവ് പ്രഷർ ക്വാറന്റൈൻ റൂമുകളടങ്ങുന്ന ഒരു വലിയ സംവിധാനമാണ് ഈ ബ്ലോക്ക്. അതിൽ 2 VIP യൂണിറ്റുകളും ഉൾക്കൊള്ളുന്നു. ആരോഗ്യരംഗത്ത് കേരളം കാത്തുസൂക്ഷിക്കുന്ന ജാഗ്രതയും എല്ലാവർക്കും മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ ഉറപ്പുവരുത്താൻ കാണിക്കുന്ന സന്നദ്ധതയുടെയും തെളിവാണ് ഈ ബ്ലോക്ക്. ഏറെ സന്തോഷത്തോടെ ആരോഗ്യ സ്ക്രീനിംഗ് ബ്ലോക്ക് നാടിന് സമർപ്പിച്ചതായി അറിയിക്കട്ടെ. അതിവേഗം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകക്രമത്തിലാണ് നാം ജീവിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന വ്യാപാര ബന്ധങ്ങളും തന്ത്രപ്രധാനമായ വിനിമയങ്ങളും ഈ വ്യവസ്ഥയുടെ ബലതന്ത്രങ്ങളെ ആഴത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. അതിർത്തികൾ കടന്നുകൊണ്ടുള്ള മനുഷ്യരുടെ സഞ്ചാരങ്ങൾ എളുപ്പമായതോടെയാണ് ലോകം മുന്നോട്ടു പോകുന്നതിൻ്റെ വേഗതയും കൂടിയത്. ഈ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിവെച്ചതിൽ വ്യോമഗതാഗതത്തിനുള്ള പങ്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. വ്യോമഗതാഗതം എന്നത് സഞ്ചാരത്തിനുള്ള മാർഗം എന്നതിനപ്പുറം വലിയ വ്യവസായമായി മാറിയ കാലമാണിത്. നമ്മുടെ രാജ്യത്തെ വ്യോമയാന വ്യവസായവും വലിയ രീതിയിൽ വളർന്നിരിക്കുന്നു. അടുത്ത 3 മുതൽ 4 വർഷങ്ങൾക്കുള്ളിൽ രാജ്യത്തെ വിമാനത്താവളങ്ങളുടെയും ഹെലിപോർട്ടുകളുടെയും വാട്ടർ ഡ്രോമുകളുടെയും എണ്ണം 200-ൽ അധികമാകും. ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിലൂടെ പ്രതിവർഷം
ഏകദേശം 100 കോടി യാത്രകളാണ് നടക്കുന്നത്. ലോകത്തിലെ മൂന്നാമത്തെ വലിയ ആഭ്യന്തര വ്യോമയാന വിപണിയായി ഇന്ത്യ മാറിയിരിക്കുന്നു. 2026 ആകുമ്പോഴേക്കും ലോകത്തെ മൂന്നാമത്തെ വലിയ വ്യോമയാന യാത്രാ വിപണിയായി നമ്മുടെ രാജ്യം മാറുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ പ്രവർത്തനക്ഷമമായ 148 വിമാനത്താവളങ്ങളാണ് രാജ്യത്തുള്ളത്. വ്യോമയാന വ്യവസായത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ വിമാനത്താവളങ്ങളുടെ എണ്ണം 220ലേക്ക് ഉയർത്താനുള്ള ഇടപെടലുകളാണ് നടന്നു വരുന്നത്.